ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ അനാലിസിസ് 2ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ബേസ്ഡ് ഓൺ നിങ്ങളുടെ ഐ തിങ്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അതായത് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡുമായി ബന്ധപ്പെട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു തിയറി ക്വസ്റ്റ്യനാണ് 3 മാർക്സിനുള്ളത്. അതായത് സ്റ്റിഫ്നെസ്, ക്യാരി ഓവർ ഫാക്ടർ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇതൊക്കെ ഡിഫൈൻ ചെയ്യാനായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ദ മൊമെൻറ്റ് റിക്വേർഡ് ടു rotate the end under consideration through unit angle is called stiffness. ശരിക്കും സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ഇതല്ല. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് വരാനായിട്ട് നമ്മൾ എന്തുമാത്രം ഫോഴ്സ് കൊടുക്കണം, അതാണ് ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റിഫ്നെസ് എന്ന് ശരിക്കും പറഞ്ഞാൽ വിളിക്കുന്നത്. ശരിക്കും അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഡീഫോർമേഷൻ, ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, യൂണിറ്റ് ഡീഫോർമേഷൻ. എന്താണ് യൂണിറ്റ് ഡീഫോർമേഷൻ? ഈ ഡീഫോർമേഷൻ എന്ന് പറയുന്നത് 2 രീതിയിലാവാം. ഡിസ്പ്ലേസ്മെൻറ്റും ആവാം അല്ലെങ്കിൽ റൊട്ടേഷനും ആവാം. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഡീഫോർമേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുമാത്രം ആക്ഷൻ കൊടുക്കണം എന്നാണ് നമ്മളോട് പറയുന്നത്. ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആവാം അല്ലെങ്കിൽ മൊമെൻ്റ് ആവാം. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മുടെ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പറയാം. മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ മൊമെൻ്റാണ് വരുന്നത്. സോ അവിടെ ഉണ്ടാകുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? റൊട്ടേഷനാണ്. അപ്പോൾ യൂണിറ്റ് റൊട്ടേഷൻ ഉണ്ടാവാൻ വേണ്ടി ഞാൻ അവിടെ എന്തുമാത്രം മൊമെൻറ്റ് കൊടുക്കണം, അതാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. മൊമെൻറ്റ് റിക്വേർഡ് ടു റൊട്ടേറ്റ് ദ എൻഡ് അണ്ടർ കൺസിഡറേഷൻ ത്രൂ യൂണിറ്റ് ആംഗിൾ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റിഫ്നെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂസ് നിങ്ങൾ കാണാൻ പഠിച്ചു വയ്ക്കണം, കാരണം ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അതായത് 2 എൻഡും ഫിക്സഡ് ആണ്. അതായത് ഒരു എൻഡ് ഫിക്സഡും മറ്റേ എൻഡും ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4EI/L ആണ്. ഓക്കെ, ഇനി ഒരു എൻഡ് ഫിക്സഡ് ആണ്, മറ്റേ എൻഡ് ഹിഞ്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3EI/L ആണ്. ഇതെവിടെയാണ് പറയുന്നത്? നമ്മുടെ ഈ ഒരു ഭാഗത്താണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക, അത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. ഇനി അടുത്ത് വരുന്ന ക്യാരി ഓവർ ഫാക്ടർ എന്താണെന്നുള്ളത്. അതായത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇൻഡ്യൂസ്ഡ് മൊമെൻറ്റ് അറ്റ് ദ ഫാർ എൻഡ് ഓഫ് ദ അപ്ലൈഡ് മൊമെൻറ്റ് അറ്റ് ദ നിയർ എൻഡ്. അതായത് ഞാനിപ്പോൾ ഇതാണ് എൻ്റെ ഒരു സപ്പോർട്ട് നിൽക്കുക. ഇവിടെ ഞാൻ ഒരു എം എന്ന് പറയുന്ന മൊമെൻറ്റ് കൊടുക്കുന്നു. ഈ എം മൊമെൻറ്റ് ഇങ്ങോട്ടേക്ക് വരുന്ന പറയും. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഹിഞ്ചഡ് സപ്പോർട്ടാണ് അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ മൊമെൻറ്റ് മുഴുവനായിട്ട് ഇങ്ങ് വരത്തില്ല. ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായി? 0 ആയി മൊമെൻ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ ഒരു മൊമെൻറ്റ് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് 2 ഫിക്സഡ് എൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഒരു എം മൊമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ടോട്ടൽ മൊമെൻറ്റും ഇങ്ങോട്ടേക്ക് കയറി ഓവർ ചെയ്യത്തില്ല, അതിൻ്റെ പകുതി കയറി ഓവർ ചെയ്യത്തുള്ളൂ. സോ ഇവിടുത്തെ കയറി ഓവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ഇൻഡ്യൂസ്ഡ് മൊമെൻറ്റ് അറ്റ് ദ ഫാർ എൻഡ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഇതെന്ന് പറയുന്നത് എന്താണ്? എൻ്റെ നിയർ എൻഡാണ്. അത് മൊമെൻറ്റ് കൊടുത്ത എൻഡാണ് എം എന്ന് പറയും, ഈ ഒരു എ എന്ന് പറയുന്ന എൻ്റെ. അപ്പോൾ ഫാർ എൻഡ് എന്ന് പറയുന്നത് ഏതാണ്? എൻ്റെ ബി. അപ്പോൾ അവിടുത്തെ മൊമെൻറ്റ് എത്രയാണ്? M/2 ആണ്. ഡിവൈഡഡ് ബൈ അപ്ലൈഡ് മൊമെൻറ്റ് എത്രയാണ്? M ആണ്. സോ ഈക്വൽ ടു 1/2 ഈസ് ഈക്വൽ ടു 0.5 എന്ന് വരും ക്യാരി ഓവർ ഫാക്ടർ. ഓക്കെ, റേഷ്യോ ഓഫ് ഇൻഡ്യൂസ്ഡ് മൊമെൻറ്റ് അറ്റ് ദ ഫാർ എൻഡ് ടു ദ അപ്ലൈഡ് മൊമെൻറ്റ് അറ്റ് ദ നിയർ എൻഡ്. അതിനെയാണ് ക്യാരി ഓവർ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. നമ്മളൊരു പ്രിസ്മാറ്റിക് മെമ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിക്സഡ് ഫാർ എൻഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഞാനിപ്പോൾ വരച്ചതുപോലെ ഞാനിവിടെ ഒരു മൊമെൻറ്റ് കൊടുത്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ ഫിക്സഡ് ആവണമെന്ന് തന്നെ ഇല്ല. ഓക്കെ, ഞാൻ ഇവിടെ ആയിട്ട് ഒരു മൊമെൻറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ എൻ്റെ ഫാർ എൻഡ് ഫിക്സഡ് ആണ്. അങ്ങനെ ഈ ഫാർ എൻഡിൽ എത്ര മൊമെൻറ്റ് വരും എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 0.5 ആണ് അവിടുത്തെ ക്യാരി ഓവർ ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു എം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഫാർ എൻഡ് ഫിക്സഡ് ആണെങ്കിൽ അവിടെ M/2 മൊമെൻ്റ് ആയിരിക്കും ക്യാരി ഓവർ ചെയ്ത് വരുന്നത്. സോ ക്യാരി ഓവർ ഫാക്ടർ എത്രയാണ്? 0.5. ഇനി നമുക്കറിയാം നമ്മുടെ ഹിഞ്ച്ഡ് എൻഡ് ആണെങ്കിലും അതുപോലെ തന്നെ റോളർ സപ്പോർട്ട് ആണെങ്കിലും നമുക്ക് എന്തില്ല, അതിന് മൊമെൻ്റ് എടുക്കാനുള്ള കഴിവില്ല. സോ നമ്മുടെ ക്യാരി ഓവർ ഫാക്ടർ ഫോർ എൻ്റെ ഹിഞ്ച്ഡ് ആണെങ്കിലും പിൻഡ് ആണെങ്കിലും ക്യാരി ഓവർ ഫാക്ടർ 0 ആണ്. അതായത് ഇങ്ങനെ വരുവാണ്. അത് ഞാൻ ഇവിടെ ഒരു മൊമെൻറ്റ് എം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും മൊമെൻറ്റ്? 0 ആയിരിക്കും, കാരണം അവിടെ ക്യാരി ഓവർ ഫാക്ടർ 0 ആണ്. കാരണം ഹിഞ്ച്ഡ് സപ്പോർട്ടിന് മൊമെൻറ്റ് എടുക്കാനുള്ള കഴിവ് ഇല്ല. ഇനി ക്യാൻഡിലിവർ എൻഡ് ആണെങ്കിൽ, അതായത് ഞാൻ ഇങ്ങനെ, അതായത് മറ്റേ എൻ്റെ ഫ്രീ ആണ്. ഞാൻ ഇവിടെ ഒരു മൊമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വല്ല മൊമെൻറ്റ് എടുക്കാനുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഫ്രീ എൻഡ് ആയതുകൊണ്ട് തന്നെ അവിടെയും ക്യാരി ഓവർ ഫാക്ടർ 0 ആണ് വരുന്നത്. ഇനി അടുത്ത ഒരു ടേം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സപ്പോസ് പറയുവാണ്, ഇതാണ് എൻ്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ആയിട്ട് ഇവിടെ ഒരു മൊമെൻറ്റ് കൊടുത്തു.
ഈ ഒരു ജോയിൻറ്റിൽ ഇതെന്ന് പറയുന്നത് ബി എന്നുള്ള ജോയിൻ്റ് ആണെങ്കിൽ ഞാൻ ആ ബി എന്ന് പറയുന്ന ജോയിൻറ്റിൽ ഞാൻ എന്ത് ചെയ്തു ഒരു മൊമെൻറ്റ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ക്യാരി ഓവർ ചെയ്യും ഈ ഫാർ എൻഡിലേക്ക് എന്ത് ചെയ്യും, ക്യാരി ഓവർ ചെയ്യും. എങ്ങനെ ക്യാരി ഓവർ ചെയ്യുന്ന ഫിക്സഡ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന മൊമെൻറ്റ് m/2 ആയിരിക്കും, ഇവിടെ m/2 ആയിരിക്കും, ഇവിടെ m/2 ആയിരിക്കും. പക്ഷേ നമുക്ക് എല്ലാ കേസിലും ഈ m/2 എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളെ ഈ ഒരു മെമ്പറിൻ്റെ എല്ലാ മെമ്പേഴ്സിൻ്റെയും ഫ്ലക്ച്വൽ റിജിഡിറ്റി, അതായത് വാല്യൂ കോൺസ്റ്റൻ്റ് ആണെങ്കിലേ നമുക്കിങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അതർവൈസ് അതിലെന്ത് ചെയ്യും, ഈ ക്യാരി ഓവർ ചെയ്ത് പോകുന്ന മൊമെൻറ്റിലും വ്യത്യാസം വരും. അപ്പോൾ ഞാനിപ്പോൾ പറയുവാണ് ഇവിടെ ഇപ്പോൾ EI/2 ആണ്, ബാക്കിയുള്ള എല്ലായിടത്തും EI ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന മൊമെൻറ്റ് m/2 ആയിരിക്കത്തില്ല, അതിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, അതിപ്പോൾ എത്രയാണെന്ന് വെച്ചോട്ടെ. ഇപ്പോൾ m/4 ആണ് ഇവിടെ വരുന്ന മൊമെൻ്റ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ പറയുന്നത് ഒരു അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഞാനിവിടെ എന്ന് പറയുന്ന അൺബാലൻസ്ഡ് മൊമെൻറ്റ് കൊടുക്കുമ്പോൾ ആ ഒരു ജോയിൻറ്റിലാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ഇവിടെ ഒരു സപ്പോർട്ടിൽ എത്തിയപ്പോഴത്തേക്ക് എന്തായി, m/4 ആയി. സോ ഈ ഒരു മെമ്പറിൽ വരുന്നത് m/4 എന്നുള്ള മൊമെൻറ്റ്. സോ അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ഓഫ് ദ മെമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ പറയുന്നത്. സ്റ്റിഫ്നെസ് നമ്മളിപ്പോൾ പറയുന്നതാണ് 4EI/L 3I/L കണ്ടീഷൻ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഈ ഒരു മെമ്പറിൻ്റെ സ്റ്റിഫ്നെസ് എത്രയാണെന്ന് നോക്കുക. ഓക്കെ, അതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ EI/2 ആണ് ഇവിടുത്തെ ഫ്ലക്ച്വൽ റിജിഡിറ്റി, ഇവിടെ എല്ലാം EI ആണെങ്കിൽ ഇവിടുത്തെ സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ എന്ത് വരും, 4EI/L ആണ് നമ്മളെപ്പോഴും പറയുന്നത്. ബട്ട് ഇവിടെ EI എന്ന് പറയുന്നത് എന്ത് വരും, 4EI/2 / L എന്ന് വരും അല്ലേ. അപ്പോൾ അതാണ് അവിടുത്തെ സ്റ്റിഫ്നെസ് എന്ന്. സോ ആ മെമ്പറിൻ്റെ സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ സം ഓഫ് സ്റ്റിഫ്നെസ് ഓഫ് ഓൾ മെമ്പേഴ്സ് അറ്റ് ദാറ്റ് ജോയിൻറ്റ്. ഇതാണല്ലേ ജോയിൻറ്റ്. അപ്പോൾ ഈ വരുന്ന എല്ലാ മെമ്പേഴ്സിൻ്റെയും സ്റ്റിഫ്നെസ്സിൻ്റെ സം എടുക്കണം. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. എന്നാണ് ഇതിൻ്റെ സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ സം ഓഫ് സ്റ്റിഫ്നെസ് ഓഫ് ഓൾ അതർ മെമ്പേഴ്സ് മീറ്റിംഗ് അറ്റ് ദാറ്റ് ജോയിൻറ്റ്. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അതിനെ നമ്മൾ K ഡിവൈഡഡ് ബൈ സിഗ്മ K എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിനി പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് കേട്ടോ. പ്രോബ്ലം ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു 12 മാത്സ് ക്വസ്റ്റ്യന് ചോദിച്ചതാണ്. 12 മാർക്സിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് അനലൈസ് ദ കണ്ടിന്യൂസ് ബീം. ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന കണ്ടിന്യൂസ് ബീമാണ്. എന്തുകൊണ്ടാണ്, മോർ ദാൻ വൺ സപ്പോർട്ട് വരുന്നതുകൊണ്ട്, മോർ ദാൻ വൺ സ്പാൻ വരുന്നതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ബീമാണ്. ഷോൺ ബിലോ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാനാണ് പറയുന്നത്. ഡ്രോ BMD എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ സ്ട്രക്ചറിന് നന്നായിട്ടൊന്ന് നോക്കുക. ഇവിടെ എല്ലാം EI എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെപ്പറ്റി നമ്മൾ വറീഡ് ആവേണ്ട കാര്യമില്ല. ഇവിടുത്തെ ലെങ്ത് എല്ലാം തന്നിട്ടുണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് 5 മീറ്റർ ആണ്, ഈ ഒരു ഡിസ്റ്റൻസ് 5 മീറ്റർ ആണ്. സോ A, B, C and D ആണ് നമ്മുടെ സപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് B എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇറ്റ് ഈസ് എ റോളർ സപ്പോർട്ട്, സിയും റോളർ സപ്പോർട്ടാണ്. അപ്പോൾ അവിടെ മൊമെൻറ്റ് വരുമോ, ഇല്ല. ആ ജോയിൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ മൊമെൻറ്റ് വരാൻ പാടില്ല. ആ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കാം. ഇത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് നിങ്ങൾക്ക് അറിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ പഠിച്ചോളണം. അതായത് ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റിൽ നമ്മൾ പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്പാൻ എടുക്കട്ടെ. ഇപ്പം ഞാൻ ഓരോ സ്പാനായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം ആദ്യം ഞാൻ AB എന്നുള്ള സ്പാൻ എടുത്തു കഴിഞ്ഞാൽ ആ AB എന്ന് പറയുന്ന സ്പാനാണ് ഞാനിവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, AB. അപ്പോൾ അവിടെ വരുന്ന എന്താണ്, ഒരു UDL ആണ്. ഓക്കെ, നമ്മുടെ UDLൻ്റെ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ W എന്ന് പറയുന്ന UDL ആണ് അവിടെ ആക്ട് ചെയ്യുന്നതെന്ന് വയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ്, അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഫിക്സഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് -WL²/12 ഇവിടെയാണെങ്കിൽ +WL²/12 ആണ്. ഓക്കെ, ഫിക്സഡ് എൻഡ് മൊമെൻറ്റിൻ്റെ ഈ വാല്യൂസ് കാണാൻ പഠിക്കണം. ഇതെപ്പോഴാണ് നമ്മുടെ UDL ആണ് ലോഡിംഗ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -WL²/12 +WL²/12. അതെപ്പോഴാണ് ലെഫ്റ്റ് സപ്പോർട്ടിൽ എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് മൊമെൻറ്റ്, അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് സൈൻ വന്നത്. ഇവിടെയാണെങ്കിലോ ക്ലോക്ക് വൈസ് ആണ് മൊമെൻറ്റ്, സോ അവിടെ പോസിറ്റീവ് വാല്യൂ എഴുതി. ഇനി അതാണ് ഫസ്റ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, AB എന്നുള്ള എടുത്ത് എഴുതി WL²/12. W എത്രയാണ് ഇവിടെ 10 ആണ്. ആൻഡ് L എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. സോ അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 83.33 kN എന്ന് കിട്ടും. ഇനി ഇവിടെ എപ്പോഴും എഴുതേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിക്സഡ് മൊമെൻറ്റ് MF എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി AB എന്നുള്ള സ്പാനിനെ എടുക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ഒരു മൊമെൻറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് MF AB എന്നാണ്.
തിരിച്ചാണെങ്കിലോ ഇവിടുത്തെ ആണെങ്കിലോ അതിനെ തിരിച്ച് പറയണം. എങ്ങനെയാണ്? MFBA അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം MFAB ആണ് -WL²/12 എഴുതിയത്. ദെൻ MFBA എഴുതി +WL²/12. W എന്ന് പറഞ്ഞ 10 ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. L എന്ന് പറഞ്ഞ 10 മീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ MFBC കണ്ടുപിടിക്കണം. BCയുടെ ഫീച്ചർ ആൻഡ് മൊമെൻറ്റ്. അപ്പോൾ അതിനെന്തിനാണ് ഞാൻ വീണ്ടും അതിനെ എടുത്തെഴുതുക. അവിടെ എന്ത് സപ്പോർട്ടോ ആയിക്കോട്ടെ, നമ്മൾ ഈ ഫീച്ചർ ആൻഡ് മൊമെൻറ്റ് എഴുതുമ്പോൾ സപ്പോർട്ട്സ് രണ്ടും എന്തായിരിക്കണം? ഫിക്സഡ് ആയിരിക്കണം. ഇവിടെയും എന്താണ്? BC ആണ് നമ്മുടെ ജോയിൻസ്. സോ ഇവിടെ വരുന്നത് MFBCയും ഇവിടെ വരുമ്പോൾ തിരിച്ചെഴുതണം MFCB. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? പോയിൻറ്റ് ലോഡ് അറ്റ് സെൻറ്ററാണ്. പോയിൻറ്റ് ലോഡ് അറ്റ് സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡിലാണെങ്കിൽ -WL/8ഉം ഇവിടെയാണെങ്കിൽ +WL/8ഉം ആണ്. അപ്പോൾ ഇവിടെ W എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതാണ് നമ്മുടെ ലോഡാണ് W. അപ്പോൾ എത്രയാണ്? 100 kN ഇൻറ്റു L എന്ന് പറയുന്നത് ഇവിടെ 10 മീറ്ററാണ് ടോട്ടൽ സ്പാൻ. സോ 10/8 അതേ നമ്മൾ എഴുതി. അതേപോലെ ഇപ്പുറത്ത് വരുവാണെങ്കിൽ +WL/8 ആണ്, അതും നമുക്ക് കിട്ടി. ഇനി അടുത്ത് എന്താണ്? നമ്മൾ MFCD കണ്ടുപിടിക്കണം. അതായത് ഫീച്ചർ ആൻഡ് മൊമെൻറ്റ് ഓഫ് CDs കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യണം? വീണ്ടും അതേപോലെ എടുത്ത് വരയ്ക്കുക. ആ ഒരു സ്പാൻ എടുത്ത് വരച്ചു. CD ആണ്. അവിടെ ഒരു 550 kN. നേരത്തെ ഇവിടെ എങ്ങനെയായിരുന്നു? അറ്റ് ദ സെൻറ്റർ ആയിരുന്നു അല്ലേ ആക്ട് ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു 2 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ടിലാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ 4 മീറ്റർ. അപ്പോൾ ഇവിടെ എന്താണ്? സെൻട്രലി പ്ലേസ്ഡ് ലോഡല്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് MFCD = എന്തുവാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? WAB²/L² -WAB²/L². ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ MFDC ആണ്. അതാണെങ്കിലോ WBA²/L². ഓക്കെ ആണോ? ഈ ഇക്വേഷൻസ് കാണാൻ പഠിച്ചേ പറ്റത്തുള്ളൂ, എന്നാലും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫീച്ചർ ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സെൻട്രലി പ്ലേസ് ചെയ്തേക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ എടുത്താൽ മതി? WL/8 എന്നുള്ള ഇക്വേഷൻ എടുത്താൽ മതി. പക്ഷേ ഇവിടെ ഇപ്പോൾ സെൻട്രലി പ്ലേസ്ഡ് അല്ല, അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ലെഫ്റ്റ് എൻഡ് എന്നാണ് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. സോ 2 മീറ്ററും 4 മീറ്ററും ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ A ഏതാ? A എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. A ഇതാണ്, B ഇതാണ്. അതായത് ലെഫ്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതാണ് A എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ 50 kN ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? -WAB²/L². ഇവിടെ A എന്ന് പറഞ്ഞാൽ 2 മീറ്ററാണ്, B എന്ന് പറഞ്ഞാൽ 4 മീറ്ററാണ്, L എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 മീറ്ററാണ്. അപ്പോൾ W എന്ന് പറഞ്ഞാൽ 50 kN. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫീച്ചർ ആൻഡ് മൊമെൻറ്റ്സ് എല്ലാ സ്പാനിൻ്റെയും നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ ടേബിൾ വരയ്ക്കുക എന്നുള്ളതാണ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ടേബിൾ വരയ്ക്കണം. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഞാനിപ്പോൾ ആകെ Bയും Cയും എന്നുള്ള ജോയിൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, Bയും Cയും എന്നുള്ള ജോയിൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. Aയും Dയും എടുത്തിട്ടില്ല. Aയും Dയും എടുക്കാത്തതിന് കാരണം എന്ന് പറയുന്നത് A എന്ന് പറഞ്ഞാൽ ഫിക്സഡ് സപ്പോർട്ടാണ് അല്ലേ. അതിൽ ഒരേ ഒരു മെമ്പറേ ഉള്ളൂ, ഏതാണ്? AB. അതേപോലെ D എന്ന് പറയുന്നത് ഫിക്സഡ് സപ്പോർട്ടാണ്, അതിൽ ഒരേ ഒരു മെമ്പറേ ഉള്ളൂ, എന്താണ്? CD എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അറ്റ് എ ജോയിൻ സം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. എന്താണ്? അറ്റ് എ ജോയിൻ സം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ = 1. അപ്പോൾ ആ സാധനം ഞാൻ ഇവിടെ എടുത്ത് അപ്ലൈ ചെയ്യണം. അറ്റ് ജോയിൻറ്റ് A. ഓക്കെ, എന്താണ്? ഞാൻ A എന്ന് പറയുന്ന ജോയിൻറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഏതൊക്കെ മെമ്പേഴ്സ് ഉണ്ട്? AB എന്നുള്ള ഒരു മെമ്പറേ ഉള്ളൂ. സോ സം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് AB എന്ന് പറയുന്നത് എന്തായി? 1 ആയില്ലേ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ അറ്റ് എ ജോയിൻ്റ് എന്ന് പറയുന്നത് =1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, ഇപ്പം ഞാൻ ഈ B എന്നുള്ള ജോയിൻ്റാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് B ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പം BA പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് BC, ആ 2 മെമ്പറല്ലേ ആ ജോയിൻറ്റിൽ വന്ന് കണക്റ്റ് ആവുന്നത് ആണ്. അപ്പോൾ അതിൻ്റെ സംബന്ധം 1 ആയിരിക്കും. ഇനി ഞാൻ C എന്നുള്ള ജോയിൻ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലോ അവിടെ വന്ന് കണക്റ്റ് ആവുന്ന 2 മെമ്പേഴ്സ് ഏതൊക്കെയാണ്? MFCBയും MFCD. സോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് CB പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് CD എന്ന് പറഞ്ഞാൽ =1. അതായത് സം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അറ്റ് എ ജോയിൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇതാണ് ജോയിൻ്റെങ്കിൽ അതിൽ വരുന്ന മെമ്പേഴ്സിൻ്റെ എല്ലാം കൂടി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ സം 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ A എന്ന് പറഞ്ഞ ജോയിൻറ്റിൽ ഒരേ ഒരു മെമ്പറേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം സം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ DF ഓഫ് AB =1 എന്ന് വരും. അതേപോലെ തന്നെ ഈ എൻഡ് നോക്കിയാലും ഫിക്സഡ് എൻഡാണ്, അവിടെയും DF ഓഫ് CD എന്ന് പറഞ്ഞാൽ =1 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അത് ഞാൻ പ്രത്യേകിച്ച് എഴുതാത്തത്. ഒരു ജോയിൻറ്റിൽ ഒരേ ഒരു മെമ്പർ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Bയും Cയും ആണ്. കാരണം എന്താ? അവിടെ 2 മെമ്പേഴ്സ് കണക്റ്റ് ആവുന്നുണ്ട് അല്ലേ. സോ അതായത് B എന്നുള്ള ജോയിൻറ്റിൽ BA എന്ന് പറയുന്ന മെമ്പറും BC എന്ന് പറയുന്ന മെമ്പറും കണക്റ്റ് ആവുന്നുണ്ട്. C എന്നുള്ള ജോയിൻറ്റിലാണെങ്കിൽ CB എന്ന് പറയുന്ന മെമ്പറും CD എന്ന് പറയുന്ന മെമ്പറും കണക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ,
ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എഴുതേണ്ടത് ജോയിൻ്റ് ഏതൊക്കെയാണെന്ന് എഴുതുക, അവിടെ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക. ബിയിൽ പറഞ്ഞു ഞാൻ ബി എയും ബി സിയും, സിയിൽ വന്ന ജോയിൻറ്റിൽ സി ബിയും സി ഡിയും, അങ്ങനെ ആ മെമ്പേഴ്സിൻ്റെ പേരെഴുതി. ഇനി നമുക്ക് സ്റ്റിഫ്നെസ് എഴുതണം. സ്റ്റിഫ്നെസ് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? സ്റ്റിഫ്നെസ് ഫാർ എൻഡ് ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ 4EI/L ആണ്. ഫോർ എൻഡ് ഹിഞ്ചഡ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ 3EI/L ആണ്. ഇനി ഒരു കാര്യം കൂടെ ഓർക്കുക, ഇവിടെ ഇപ്പം നമുക്ക് നോക്കാം. ബി എന്നുള്ള ജോയിൻ്റ് എടുക്കുന്നു. ഞാൻ ആദ്യം ബി എ എന്ന് പറഞ്ഞ മെമ്പറാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ എന്താണ്? ഫാർ എൻഡ് ഫിക്സഡ് ആണ്. സോ ഇവിടുത്തെ സ്റ്റിഫ്നെസ് എന്ത് വരും? 4EI/L എന്ന് വരും. ഓക്കെ, അത് ഞാൻ അതേപോലെ ഇവിടെ എഴുതി. പക്ഷേ ബി സി എന്നുള്ള മെമ്പർ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചത് എന്താ? ഫാർ എൻഡ് ഹിഞ്ചർ ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? 3EI/L എന്ന് എടുക്കാം. പക്ഷേ അത് ഈ കണ്ടീഷനല്ല. ഇവിടെ ബി കഴിഞ്ഞ് ബി സി എന്ന് പറഞ്ഞ മെമ്പർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മെമ്പർ കൂടെ ഉണ്ട്. സോ നമ്മൾ ഈ ഒരു ബി സിനെ നമ്മൾ ഫിക്സഡ് ആയിട്ട് തന്നെയാണ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കുമ്പോൾ കൺസിഡർ ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഒരു ബീം ഉണ്ടായിരുന്നെന്ന് വയ്ക്കുക. ഈ ഒരു കേസിൽ നമ്മൾ ബി എടുക്കുമ്പോൾ ഇത് എ ആണ്, ബി ആണ്, സി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ബി എയുടെ സ്റ്റിഫ്നെസ് എന്ത് വരും? 4EI/L തന്നെ വരും. ഓക്കെ, എന്നാൽ ബി സിയുടെ എന്ത് വരും? 3EI/L വരും. കാരണം അവിടെ ഹിഞ്ചഡ് സപ്പോർട്ടാണ്, അങ്ങോട്ട് എന്തില്ല, മെമ്പേഴ്സൊന്നുമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? അല്ല. ബി സി എടുക്കുമ്പോഴത്തേക്കും സി കഴിഞ്ഞ് വീണ്ടും ഒരു മെമ്പർ കൂടെ ഉണ്ട്, ഈവൻ ദോ ഇത് ഒരു ഹിഞ്ചഡ് സപ്പോർട്ടാണെങ്കിലും, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അവിടെയും 4EI/L തന്നെയാണ് എടുക്കേണ്ടത്. ഓക്കെ ആണോ? ഇങ്ങനെ വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യാണ്? ഇവിടെയും 3EI/L ആണ്, ഇവിടെയും 3EI/L ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫാർ എൻ്റെ കണ്ടീഷൻ നോക്കാം. ഞാൻ ബി എ എന്ന് എടുക്കുമ്പോൾ എൻ്റെ ഫാർ എൻ്റെ ഏതാണ്? എ ആണ്. അല്ലാണ്ട് തിരിച്ച് ബി എന്ന് കൺസിഡർ ചെയ്യരുത്. എൻ്റെ ജോയിൻ്റ് ഏതാണ്? ബി ആണ്. ബിയിൽ നിന്നും ബി എ എന്നുള്ള മെമ്പർ ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടാമത് എഴുതുന്ന ലെറ്റർ, അതിൻ്റെ സപ്പോർട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ബി എ എന്നുള്ള ലെറ്റർ നോക്കുമ്പോഴത്തേക്കും ഏതാണ്? എ എന്നുള്ള ഫിക്സഡ് ആണ്. സോ 4EI/L. ബി സി എന്ന് പറയുന്ന മെമ്പർ നോക്കുമ്പോഴത്തേക്കും ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ജോയിൻ്റ്, സി എന്ന് പറയുന്നത് ഇതാണ്. അവിടെ ഫോറിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്? റോളറാണ്. പക്ഷെ അങ്ങോട്ട് വീണ്ടും മെമ്പേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഫിക്സഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ 4EI/L ആയിട്ട് എടുക്കും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ സി എന്നുള്ള മെമ്പർ എടുക്കുമ്പോൾ എടുക്കുമ്പോഴത്തേക്കും സി ബി നോക്കുമ്പോഴത്തേക്കും റോളറാണ്, പക്ഷേ ഇങ്ങോട്ടേക്ക് മെമ്പറുണ്ട്, അല്ലേ? സോ നമ്മളിവിടെ എന്തെടുക്കണം? സ്റ്റിഫ്നെസ് 4EI/L എടുക്കണം. അതേപോലെ സി എന്നുള്ള ജോയിനിൽ തന്നെ സി ഡി എന്നുള്ള മെമ്പറുണ്ട്. ഇവിടെ ഫാർ ആൻഡ് ഫിക്സഡ് ആണ്. അപ്പോൾ നമ്മൾ ഫിക്സഡ് ആയതുകൊണ്ട് നമുക്ക് വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, 4EI/L തന്നെയാണ്. ഇനി ഇവിടെ EI കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, L മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം? ആ Lൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ബി എ എന്ന് പറയുമ്പോൾ ലെങ്ത് 10 മീറ്റർ ആയിരുന്നു. ബി സിക്കും 10 മീറ്റർ തന്നെ, സി ബിക്കും 10 മീറ്റർ തന്നെ, സി ഡിക്കും 6 മീറ്റർ. ഓക്കെ, ഇത് എഴുതാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏതാണോ ജോയിൻറ്റ് കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഉള്ള മെമ്പേഴ്സ് എല്ലാം എടുക്കുക. സോ ബി എയും ബി സിയും എടുത്തു. സി എടുക്കുമ്പോഴത്തേക്കോ സി ബിയും സി ഡിയും എടുക്കുന്നു. നമ്മൾ വെറുതെ സി ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാർ എൻ്റേതാണ്, ബി ആണ്. വെറുതെ സി ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാർ എൻ്റേതാണ്, ഡി ആണ്. ബി സി ഡി എന്ന് പറഞ്ഞാൽ ഏതാണ്? അതിൻ്റെ ഫാർ എൻ്റ് സി ആണ്. ഓക്കെ, അപ്പോൾ ഫാർ എൻ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, നമ്മളപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് നമ്മൾ ഇൻ ടേംസ് ഓഫ് EIയുടെ ടേംസിൽ നമ്മൾ കെ എടുത്തു. ഇനി സിഗ്മ കെ എടുക്കുക. സിഗ്മ കെ എന്ന് പറഞ്ഞാൽ ഒരു ജോയിൻറ്റ്, ഈ ജോയിൻറ്റിൽ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ബി എയും ബി സിയും ആണ്. സോ അത് രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതുക. അതുപോലെ സി എന്നുള്ള ജോയിൻറ്റ് എടുക്കുമ്പോൾ സി ബിയും സി ഡിയും ആണ് വരുന്നത്, അതിനെ രണ്ടിനെയും കൂടി ആഡ് ചെയ്ത് എഴുതി. അപ്പോൾ സിഗ്മ കെ കിട്ടി. ഇനി നമ്മൾ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റിഫ്നെസ് ആണ്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം, കെ ഡിവൈഡഡ് ബൈ സിഗ്മ കെ ആണ്. അപ്പോൾ ഇവിടുത്തെ ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.4 ഡിവൈഡഡ് ബൈ 0.8EI. അതേപോലെ ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? ഈ 0.4 ഡിവൈഡ് ബൈ 0.8EI. അപ്പോൾ രണ്ടിടത്തും ഇവിടെ എന്താണ്? 0.5 എന്ന് തന്നെയാണ് വന്നത്. EI ഇല്ല കേട്ടോ, 0.5 ആണ് നമുക്ക് രണ്ടിടത്തും വന്നിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഇനി ഇവിടെ നോക്കുമ്പോഴോ 0.4EI ഡിവൈഡ് ബൈ 1.06EI, അത് നമുക്ക് ചെയ്യുമ്പോൾ 0.38 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ 0.66EI ഡിവൈഡ് ബൈ 1.06EI, അത് ചെയ്യുമ്പോൾ നമുക്ക് 0.62 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കിട്ടി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു സം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ അറ്റ് ജോയിൻറ്റ് ഈസ് ഈക്വൽ ടു 1 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ 0.38ഉം 0.62 കൂടി ആഡ് ചെയ്യുമ്പോൾ 1 അല്ലേ കിട്ടുന്നത്? അതെ, 0.5ഉം 0.5ഉം ആഡ് ചെയ്യുമ്പോൾ 1 അല്ലേ കിട്ടുന്നത്? സോ സം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ അറ്റ് എ ജോയിൻറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ ടേബിളും കിട്ടി.
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ്. ഇത് കണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട, വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഒരു ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കുമ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ജോയിൻറ്റ്സ് എല്ലാം എടുത്ത് ABCD. മെമ്പേഴ്സ് ഏതൊക്കെയാണ്? എ എന്നുള്ള ജോയിൻറ്റിൽ വന്ന് മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് AB മാത്രമേ ഉള്ളൂ. സോ ഞാൻ അതിനെ ഇവിടെ എഴുതി AB. ബി എന്നുള്ള ജോയിൻറ്റ് നോക്കുമ്പോഴത്തേക്കും അവിടെ BA എന്ന് പറയുന്ന മെമ്പറും BC എന്ന് പറയുന്ന മെമ്പറും ഉണ്ട്. അതിനെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സി എന്നുള്ള ജോയിൻറ്റ് നോക്കുമ്പോൾ CB ഉണ്ട്, CD ഉണ്ട്. ഡി എന്നുള്ള ജോയിൻറ്റ് നോക്കുമ്പോഴോ DC എന്ന് പറയുന്ന ഒറ്റ മെമ്പറേ ഉള്ളൂ. ഓക്കെ, അത് എഴുതി. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഓരോന്നിനും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതുക. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഈ 4 നമ്മൾ കണ്ടുപിടിച്ചത്. ഇതെല്ലാം നമ്മൾ 1 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? എന്തുകൊണ്ടാണ് 1 ആയത്? സം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് മെമ്പേഴ്സ് മീറ്റിംഗ് അറ്റ് എ ജോയിൻറ്റ് ഈസ് ഈക്വൽ ടു 1. എ എന്ന് പറയുന്ന മെമ്പറിൽ AB എന്ന് പറയുന്ന ഒറ്റ മെമ്പറേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 തന്നെയായിരിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യേണ്ടത്, ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചാൽ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സിൻ്റെ വാല്യൂസ്, ഈ വാല്യൂസ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എടുത്ത് കറക്റ്റായിട്ട് എഴുതുക. ABയുടെ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ് -83.33 ആയിരുന്നു. BAയുടെ ആണെങ്കിൽ +83.33, BCയുടെ -125. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ എഴുതി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ആണ്. അതായത് നമ്മൾ ഈ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് രണ്ടും ഫിക്സഡ് എൻഡാണ്. അപ്പോൾ ഇവിടെ എന്തായാലും മൊമെൻറ്റ് വരും അല്ലേ? നമ്മൾ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട്സ് എല്ലാം ഫിക്സഡ് ആക്കി വെച്ചിട്ടാണ് മൊമെൻറ്റ് കണ്ടുപിടിച്ചത്. പക്ഷേ ഈ AB എന്ന് പറയുന്ന പ്ലാൻ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് നമ്മൾ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ് പറഞ്ഞത്. ഇവിടെ ഒരു മൊമെൻറ്റ് വരും, ഇവിടെ ഒരു മൊമെൻറ്റ്. പക്ഷേ ഈ A എന്ന് പറയുന്ന എൻ്റെ ഓൾറെഡി ഫിക്സഡ് ആണ്. അപ്പോൾ അവിടെ എന്തായാലും മൊമെൻറ്റ് വരും. പക്ഷേ B എന്ന് പറയുന്ന എൻഡ് നമ്മൾ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്ന നേരത്തെ ഫിക്സഡ് സപ്പോർട്ടായിട്ടാണ് കൺസിഡർ ചെയ്തത്. ആക്ച്വലി അത് ഫിക്സഡ് സപ്പോർട്ടാണോ? അല്ല, റോളർ സപ്പോർട്ടാണ്. റോളർ സപ്പോർട്ടിൽ മൊമെൻറ്റ് ഉണ്ടാവും? ഇല്ല. അറ്റ് റോളർ സപ്പോർട്ട് മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് എത്ര കിട്ടി? BAയ്ക്കും BCയ്ക്കും നമുക്കൊരു വാല്യൂ വന്നല്ലേ? അപ്പോൾ അത് രണ്ട് വാല്യൂ ആണ്. BAയ്ക്ക് 83.33യും BCയ്ക്ക് -125ഉം വന്നു. സപ്പോസ് ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ, അതായത് +83.33യും ഇവിടെ -83.33 ആണ് വന്നതെങ്കിൽ ബിയിൽ നെറ്റ് മൊമെൻറ്റ് എത്രയാണ്? 0 ആണ്. കാരണം എന്താ, ഇവിടെ ഒരു +83.33 ഇങ്ങനെ വരുന്നുണ്ട്. എന്താണ്, ഓക്കെ, ഇങ്ങനെ വരുന്നുണ്ട്. ഒരു -83.33 ഇങ്ങനെ വരുന്നുണ്ട്. സോ രണ്ടും കൂടി നോക്കുമ്പോഴത്തേക്ക് നെറ്റ് മൊമെൻറ്റ് ഇവിടെ 0 ആയി. പക്ഷേ ഇവിടെ എന്താണോ വന്നത്? അല്ല, BAയിൽ 83.33യും BCയിൽ -125 ആണ് വന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ രണ്ടിനെയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻറ്റ്സ് ആക്കി മാറ്റണം. എന്നാലേ അവിടുത്തെ നെറ്റ് മൊമെൻറ്റ് 0 ആവത്തുള്ളൂ. അതേപോലെ അത് ബിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ C എന്നുള്ള സപ്പോർട്ടിലാണെങ്കിലും സെയിം തന്നെ. സിയുടെ അവിടെ ആണെങ്കിൽ MCBയും CDയും എന്ന് പറഞ്ഞ 2 മെമ്പറാണുള്ളത് അല്ലേ? അപ്പോൾ MCBയിൽ 125, MCDയിൽ -144.44 ആണ് വന്നത്. ഇത് രണ്ടും കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് 0 ഇട്ടോ? ഇല്ല. അവിടെയും അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, നെറ്റ് മൊമെൻറ്റ് 0 ആക്കണം. കാരണം എന്താണ്, നെറ്റ് മൊമെൻറ്റ് അറ്റ് റോളർ സപ്പോർട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെയും എനിക്ക് എന്ത് ചെയ്യണം, 0 ആക്കണം. 0 ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിനി ഈ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബാലൻസിങ്ങിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം B എന്നുള്ള ജോയിൻറ്റിൽ നമ്മളിനി ഇവിടെ AB ഒന്നും തൊടാൻ പാടില്ല. ABയും DCയും രണ്ടിനെയും ഒന്നും തൊടാൻ പാടില്ല. കാരണം എന്താ, അവിടെ ഓൾറെഡി ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് ഉണ്ട്. അത് ഓൾറെഡി ഫിക്സഡ് സപ്പോർട്ടാണ്. അവിടെ മൊമെൻ്റ് ഉണ്ടാവും. നമുക്ക് ആ ഒരു മൊമെൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി അതിനൊന്നും നമ്മൾ ഈ ബാലൻസിങ്ങിലോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ, ബാലൻസിങ്ങിന് അതിനെടുക്കാനേ പാടില്ല. ബാക്കിയുള്ളത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ബാലൻസിങ്ങിന് അപ്പോൾ B എന്നുള്ള ജോയിൻറ്റും C എന്നുള്ള ജോയിൻറ്റുമാണ് എടുക്കുന്നത്. സോ അതിൽ രണ്ട് മെമ്പേഴ്സിനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഇവിടെ നോക്കിയേ, BAയിൽ എത്രയാണ് ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്? 83.33 പ്ലസ് ആൾജിബ്രായിക് സമ്മാണ് എടുക്കുന്നത് കേട്ടോ. 83.33 പ്ലസ് BCയിലുള്ള ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്, ഓക്കെ, -125. അതേ ഇൻറ്റു ഇവിടുത്തെ BA ആണ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.5 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കൊരു സൈൻ കിട്ടുന്നുണ്ടായിരിക്കും. അതായത് -20.835 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. പക്ഷേ ഇവിടെ ബാലൻസിങ്ങിൽ എഴുതേണ്ടത് +20.835. ഓക്കെ, അടുത്ത BC പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കിട്ടും. BC എടുക്കുമ്പോഴാണെങ്കിലും BC എടുക്കുമ്പോഴും ജോയിൻറ്റ് Bയിലുള്ള ഓൾജിബ്രായിക് സം ഓഫ് മൊമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്. എത്രയാണ്? അപ്പോൾ B എന്നുള്ള ജോയിൻറ്റിൽ ഏതൊക്കെ മൊമെൻറ്റ്സ് ഉണ്ട്? 83.33 ഉണ്ട്, -125 ഉണ്ട്. സോ അതിൻ്റെ രണ്ടിനെയും കൂടി സം എടുത്തു. അതേ ഇൻറ്റു അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.5 ആണ്. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് -20.835 എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടി. അപ്പോൾ അതെന്ന് പറയുന്നത് മൈനസ് ആണ് വന്നെങ്കിൽ ഇവിടെ എഴുതേണ്ട എത്രയാണ്? +20.835 ആണ്. ഓക്കെ,
ഇനി അതേപോലെ സി എന്നുള്ള ജോയിൻ്റ് എടുക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഫിക്സഡ് മൊമെൻറ്റ് 125 മൈനസ് 44.44 ആണ്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് മൊമെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 125 പ്ലസ് മൈനസ് 44.44 ആണ്. അതേ ഇൻറ്റു ഈ സി ബി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സി ബിയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലസ് 30.6128 എന്നായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇവിടെ എഴുതേണ്ട എത്രയാണ്? മൈനസ് 30.6128 ആണ്. നമ്മൾ ബാലൻസ് ചെയ്യുവാണ്. അതായത് ഇവിടെ വരുന്ന അൺബാലൻസ്ഡ് മൊമെൻറ്റിനെ നമുക്ക് ബാലൻസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളൊരു മൈനസ് 30.6128 എന്ന് പറയുന്ന മൊമെൻറ്റ് അവിടെ അപ്ലൈ ചെയ്യണം. അതാണ് ബാലൻസിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി സി ഡി നോക്കുമ്പോഴോ ഈ സി എന്നുള്ള ജോയിൻറ്റിൽ വരുന്ന നെറ്റ് അൺബാലൻസ്ഡ് മൊമെൻറ്റ് എത്രയാണ്? 125 പ്ലസ് മൈനസ് 44.44 ഇൻറ്റു ഈ സി ഡി എന്ന് പറയുന്ന സ്പാനിൽ എത്ര വരും? അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.62 വരത്തുള്ളൂ. സോ പ്ലസ് 49 എന്ന് വരും. അതിനെ നമ്മൾ എഴുതുമ്പോൾ മൈനസ് 49 എന്ന് എഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്യാരി ഓവർ മൊമെൻ്റാണ്. ക്യാരി ഓവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു സ്പാനിൽ നിന്ന് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതേ, ഇങ്ങനൊരു സ്പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു മൊമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യും. ഓക്കെ, ഈ ഒരു ജോയിൻറ്റ് വരെ മാത്രമേ ക്യാരി ഓവർ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെയാണ് ഞാൻ ഒരു മൊമെൻറ്റ് കൊടുക്കുന്നത്, അത് ഇങ്ങോട്ടേക്കും ക്യാരി ഓവർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന ഏതാണെന്ന് നോക്കുക. അതായത് എ ബി ഞാൻ ഈ ഒരു സ്പാനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എം ബി എക്ക് ഒരു ബാലൻസിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ. ആ ബാലൻസിങ് മൊമെൻറ്റ് ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യണം. ഫിക്സഡ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ക്യാരി ഓവർ ഫാക്ടർ എത്രയാണ്? ഇറ്റ് ഈസ് 0.5 ആണ്. അതായത് ഇവിടെ എന്ത് മൊമെൻ്റാണോ കിട്ടിയത് അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്ത്. അതായത് എനിക്കിപ്പോൾ ബാലൻസിങ്ങിൽ ഇവിടെ ഇപ്പോൾ പ്ലസ് 20.835 കിട്ടിയെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യണം? ഈ ക്യാരി ഓവർ മൊമെൻ്റ് ആയിട്ട് വരുമ്പോൾ അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ ബി എയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച ആ അൺബാലൻസ്ഡ് ഫോഴ്സിനെ നമ്മൾ ക്യാരി ഓവർ ചെയ്ത് വിട്ടു. ഇനി ബി സിയിൽ നമ്മളൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് കണ്ടുപിടിച്ചില്ലേ, അതിനെന്ത് ചെയ്യണം? ഞാൻ ക്യാരി ഓവർ ചെയ്യണം അല്ലേ. അത് ബി സി എന്ന് പറഞ്ഞാൽ ഈ ഒരു മെമ്പറിൽ ബി സി ഇവിടെ ആയിട്ടാണ് എനിക്കൊരു ഒരു മൊമെൻറ്റ് ഞാൻ കണ്ടുപിടിച്ചത്, അൺബാലൻസ്ഡ് മൊമെൻറ്റ്. അപ്പോൾ അതിനെന്താണ് ഞാൻ ഈ ഒരു മെമ്പറിലേക്ക് ക്യാരി ഓവർ ചെയ്ത് വേണം. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു എം സി ബി എന്ന് പറയുന്ന ഒരു മൊമെൻറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം? അവിടെയും നമ്മൾ എല്ലായിടത്തും നമ്മൾ ക്യാരി ഓവർ ഫാക്ടർ ഡിവൈഡ് ബൈ 2 ആയിട്ട് തന്നെയാണ് എടുത്തത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഫാർ ആൻഡ് ഹിഞ്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ ക്യാരി ഓവർ ഫാക്ടർ 0 എന്നൊക്കെ പറഞ്ഞു. അത് പക്ഷേ ഇവിടെ അങ്ങനത്തെ കണ്ടീഷൻ അല്ല. കാരണം എന്താണ്? ഇവിടെ ഇങ്ങോട്ടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങോട്ടേക്ക് വേറെ മെമ്പേഴ്സ് ഉണ്ട്. സോ ഇത് നമ്മൾ ഫിക്സഡ് ആയിട്ട് തന്നെ എടുക്കുക. സോ ക്യാരി ഓവർ ഫാക്ടർ 0.5 തന്നെ എടുക്കുക. അപ്പോൾ എം ബി സിയിൽ എന്താണോ അൺബാലൻസ്ഡ് ഫോഴ്സ് വന്നത് അതിനെ എം സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ എം ബി സിയിൽ എനിക്ക് വന്ന മൊമെൻ്റ് എത്രയാണ്? 20.835. അതിന് ഞാൻ എന്ത് ചെയ്യണം? സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്ത് വിടണം. അതായത് അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. സപ്പോസ് ഈ ഒരു സ്പാൻ ഇല്ല, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാരി ഓവർ ചെയ്യണോ? വേണ്ട, അവിടെ 0 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഈ ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ ഇവിടെ 0 എന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം അവിടെ വേറെ സ്പാൻ ഇല്ല. ക്യാരി ഓവർ ഫാക്ടർ ഫോർ എ ഹിഞ്ച്ഡ് സപ്പോർട്ട് 0 ആയതുകൊണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ വേറെ എവിടെയാണ്? അടുത്ത സി ബിയിലും നമുക്കൊരു അൺബാലൻസ്ഡ് മൊമെൻറ്റ് കിട്ടിയില്ലേ. അപ്പോൾ സി ബിയിൽ ഉണ്ടാകുന്നതിന് നമ്മൾ എങ്ങോട്ടേക്ക് ചെയ്യണം? നമ്മൾ ഒറ്റ സ്പാനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ. സി ബിയിൽ ഉണ്ടാകുന്ന മൊമെൻറ്റിനെ ഞാൻ എന്ത് ചെയ്യണം? ബി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്ത് വിടണം. ഒരിക്കലും അത് ഇങ്ങോട്ടേക്ക് പോകത്തില്ല, അത് ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ സി ബിയിലുണ്ടാകുന്ന മൊമെൻറ്റിനെ ഞാൻ ബി സിയിലേക്കാണ് ക്യാരി ഓവർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടായോ അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് ബി സിയിൽ എഴുതുക. അപ്പോൾ അതാണ് ഇവിടെ സി ബിയിൽ മൈനസ് 3.95 ഉണ്ടായി. അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് ഇങ്ങോട്ടേക്ക് എഴുതി. ഇനി സി ഡി നോക്കുമ്പോഴത്തേക്കും സി ഡിയിൽ എന്താണോ ഉണ്ടാവുന്നത്, സി ഡി എന്ന് പറയുന്ന സ്പാനിൽ ഒരു അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഉണ്ടായല്ലേ, അതിന് ഞാൻ എങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യണം? ഈ ഡി സി എന്ന് പറയുന്ന മെമ്പറിലേക്ക് വേണം ക്യാരി ഓവർ ചെയ്യാൻ. ഇതെല്ലാം ഒറ്റ മെമ്പറാണ്, നമ്മൾ പറയുമ്പോൾ 2 മെമ്പറായിട്ട് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സി ഡിയിൽ ഉണ്ടാകുന്ന മൊമെൻറ്റിനെ ഡി സിയിലേക്കാണ് ക്യാരി ഓവർ ചെയ്യേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു? സി ഡിയിലുണ്ടായ മൊമെൻറ്റിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് ഡി സിയിലാക്കി. അവിടെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ബൈ 2 ചെയ്തത്? അവിടെ ഓൾറെഡി ഒരു ഫിക്സഡ് സപ്പോർട്ടാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരി ഓവർ മൊമെൻറ്റ് ചെയ്തു. ഇനി ഞാൻ വീണ്ടും എന്ത് ചെയ്യണം? ബാലൻസിങ് ചെയ്യണം. ബാലൻസിങ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എയും ഡിയെയും ഒന്നും ചെയ്യാൻ പാടില്ല ബാലൻസിങ്ങിൽ. ക്യാരി ഓവർ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അതിലേക്ക് ക്യാരി ഓവർ ചെയ്ത് വിടത്തുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ബാലൻസിങ്ങിൽ എയും ഡി എന്ന് പറയുന്ന ജോയിൻറ്റിനെയും ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ അടുത്ത് ബാലൻസിങ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ എന്തോ ചെയ്തത്? നെറ്റ് അൺബാലൻസ്ഡ് മൊമെൻറ്റ് കണ്ടുപിടിച്ചല്ലേ ഇവിടുത്തെ. അപ്പോൾ ഇവിടുത്തെ നെറ്റ് അൺബാലൻസ്ഡ് മൊമെൻറ്റ് എത്രയാണ്? ഇപ്പോൾ ഇവിടെ 0 ആണ് അല്ലേ, ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു -15.3064 ഉണ്ട്. അപ്പോൾ അതിൻ്റെ നെറ്റ് അൺബാലൻസ്ഡ് മൊമെൻറ്റ് 0 - 15.006
3064 ഇൻറ്റു അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എത്രയാണ് 0.5 ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും. അതേപോലെ ഇവിടെ വരുമ്പോഴാണെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ജോയിൻറ്റിൽ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് എത്രയാണ് -15.3064 ഇൻറ്റു 0.5. അപ്പോഴും നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് വാല്യൂ ആണ് ഇവിടെ രണ്ടിടത്തും കിട്ടുന്നത്. ബട്ട് നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, സൈൻ മാറ്റി എഴുതണം, പോസിറ്റീവ് സൈനായിട്ട് തന്നെ എഴുതണം. ഓക്കെ, അടുത്തിന് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു 10.41 ഉണ്ട്, വേറെ മൊമെൻറ്റും ഇല്ല. അപ്പോൾ ഇവിടുത്തെ നെറ്റ് അൺബാലൻസ്ഡ് മൊമെൻറ്റ് എത്രയാണ് 10.41. അതേ ഇൻറ്റു ഇവിടുത്തെ 0.382 ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് സാധനം കിട്ടും. അതിന് നമ്മൾ നെഗറ്റീവ് ആക്കി ഇവിടെ എഴുതുക. അതാണ് സി ബിയിൽ ഇപ്പോൾ വന്ന ബാലൻസ്ഡ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇവിടെ വീണ്ടും ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ഈ ഒരു സി എന്നുള്ള ജോയിൻറ്റിൽ നെറ്റ് അൺബാലൻസ്ഡ് മൊമെൻ്റ് എത്രയാണ് 10.4175 ഇൻറ്റു അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.62. അത് ചെയ്യുമ്പോഴത്തേക്കും മൈനസ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ എഴുതണം. പിന്നെ ബാലൻസിങ് ചെയ്ത് കഴിഞ്ഞ് നമ്മളടുത്ത് എന്ത് ചെയ്യണം, ക്യാരി ഓവർ ചെയ്യണം. ക്യാരി ഓവർ ചെയ്യേണ്ടത് ബി എയിൽ നിന്നും ഞാൻ എ ബിയിലേക്ക് വേണം ക്യാരി ഓവർ ചെയ്യാൻ. സോ ഇതേ /2 ചെയ്ത് എഴുതി. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യുക. അതായത് സി ബിയിൽ നിന്നും എപ്പോഴും നമ്മൾ ബി സിയിലേക്കായിരിക്കും ക്യാരി ഓവർ ചെയ്യുന്നത്. അതേപോലെ ബി സിയിൽ നിന്നും എപ്പോഴും നമ്മൾ സി ബിയിലേക്കായിരിക്കും ക്യാരി ഓവർ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ സി ഡിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഡി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്ത് /2 ചെയ്ത് എഴുതിയാൽ മതി. ഇവിടുത്തെ കണ്ടീഷൻ എല്ലാം ഫിക്സഡ് ആയതുകൊണ്ടാണ് അങ്ങനെ. ഇടയ്ക്ക് റോളർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അങ്ങോട്ടേക്ക് വേറെ സ്പാൻ ഉള്ളത് കൊണ്ട് നമ്മളതിന് എടുത്തു, ഫിക്സഡ് ആയിട്ട് എടുത്തു. ഇനി വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ബാലൻസിങ് ചെയ്യണം. ബാലൻസിങ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഇവിടെ തന്നെ അൺബാലൻസ് ഇതെന്ന് പറയുന്നതാണ് ഒറ്റ ജോയിൻ്റ് അല്ലേ, അത് ബി എന്ന് പറയുന്ന ജോയിൻ്റാണിത്. ഓക്കെ, ബി എന്നുള്ള ജോയിൻറ്റിൽ അപ്പം നെറ്റ് അൺബാലൻസ് മൊമെൻ്റ് എത്രയുണ്ട് -1.975 ഉണ്ട്. അത് ഇൻറ്റു ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എത്രയാണ് 0.5 ചെയ്യുമ്പോൾ ഇവിടുത്തെ വാല്യൂ കിട്ടും. അതേപോലെ ഈ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഇൻറ്റു ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും. ഇവിടെ വരുമ്പോഴോ ഇവിടുത്തെ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് എത്രയാണ് +3.826 ആണ്. അത് ഇൻറ്റു അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.38 ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. ബട്ട് അതിന് നമ്മൾ നെഗറ്റീവായിട്ട് എഴുതണം. സൈൻ എല്ലാവരും ശ്രദ്ധിച്ചോളണേ, ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്ത് പറയത്തില്ല. സൈൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ എന്താണോ നമുക്ക് ചെയ്ത് കിട്ടുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ വേണം നമ്മളിവിടെ എഴുതാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, ക്യാരി ഓവർ ചെയ്യുന്നു. ഓക്കെ, /2 ചെയ്ത് എഴുതി വീണ്ടും ബാലൻസിങ് ചെയ്യുന്നു. ബാലൻസിങ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ഇവിടുത്തെ നെറ്റ് അൺബാലൻസ് ഫോഴ്സ് എടുക്കുന്നു, അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ, വീണ്ടും അവിടുത്തെ നെറ്റ് അൺബാലൻസ് ഫോഴ്സ് ഇൻറ്റു ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അത് അങ്ങനെ ചെയ്ത് നമ്മൾ ഏതുവരെ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്കൊരു 0.0 സംതിങ് വാല്യൂ കിട്ടുന്നവരെയെങ്കിലും ചെയ്യണം. അതായത് അവിടെ അപ്പോഴത്തേക്കും അവിടെ എന്താണ് എററൊക്കെ കുറഞ്ഞു, നമ്മൾ കറക്റ്റായിട്ടുള്ള വാല്യൂയിലോട്ട് അപ്രോച്ച് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, >0 എന്നല്ല 0.0 സംതിങ് വാല്യൂസൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നിർത്താം. പിന്നെ ഇതൊരു 12 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എത്ര പ്രാവശ്യം ഇതേപോലെ ചെയ്ത് വരുന്നോ അത്രയും നല്ല ആക്യുറേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടണം. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, ഇതൊരു 12 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളൊരു 6 സ്റ്റെപ്പിൽ കൂടുതൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. അതായത് 6 പ്രാവശ്യം ബാലൻസ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ എത്ര, ഞാൻ 6 പ്രാവശ്യമാണ്, 1 2 3 4 5 ഓക്കെ, 5 പ്രാവശ്യം ഇവിടെ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ചെയ്യാം. ഓക്കെ, അങ്ങനെ 6 പ്രാവശ്യമെങ്കിലും 12 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, 6 പ്രാവശ്യമെങ്കിലും ബാലൻസിങ് ചെയ്യുക. എന്നിട്ട് നമ്മളെപ്പോഴും ഈ ഒരു പ്രോബ്ലം എപ്പം നിർത്തണമെന്ന് വെച്ചാൽ ബാലൻസിങ്ങിൽ വേണം നിർത്താൻ. ക്യാരി ഓവർ മൊമെൻറ്റിൽ കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്യരുത്, ബാലൻസിങ്ങിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. ഇതേപോലെ ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിനി ഫൈനൽ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കണ്ടേ. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനുള്ള ഒരു വഴിയുണ്ട്, അത് ഞാൻ പറയാം. ഫൈനൽ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ചെയ്യേണ്ടത് ഇവിടെ വരുന്ന എല്ലാ വാല്യൂസും കൂടി ആഡ് ചെയ്യുക. ഇവിടെ വരുമ്പോൾ എല്ലാ വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഒന്നും ആഡ് ചെയ്യരുത്. ഈ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സിന് താഴെ നമ്മൾ എഴുതിയ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യുക. അതായത് -83.33 +10.4175 +3.82 +0.49 +0.1875 ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പം എനിക്ക് -68 പോയിൻ്റ് എന്ന് കിട്ടും. അതാണ് എൻ്റെ MABയിലെ ആക്ച്വൽ മൊമെൻ്റ് എന്ന് പറയുന്നത്. AB എന്ന് പറയുന്ന സ്പാനിൽ വരുന്ന ആക്ച്വൽ മൊമെൻ്റ്. ഇനി തിരിച്ച് MBA വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ BAയിലുള്ള വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴും ഈ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആഡ് ചെയ്യരുത്. പകരം ഏതാണ്, ഈ ഫിക്സഡ് മൊമെൻറ്റ്സും ഈ ബാലൻസിങ്ങിൻ്റെ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്തു. അത് എന്നിട്ട് നമ്മളിവിടെ 113.22 kN/m എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, BCയിലുള്ള MBC കണ്ടുപിടിക്കണം. MBC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഫിക്സഡ് മൊമെൻറ്റും താഴോട്ടുള്ള എല്ലാം കൂടി ആഡ് ചെയ്യുക. അതായത് -125 +20.835 -15 ഇതെല്ലാം ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കിവിടെ -113 പോയിൻ്റ് എന്ന് കിട്ടും. ഇനി നമ്മുടെ ആൻസർ കറക്റ്റാണോ എന്ന് അറിയാൻ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ ഈ ഒരു B എന്ന് പറയുന്ന ജോയിൻറ്റിൽ എന്തില്ല, നെറ്റ് മൊമെൻറ്റ് 0 ആയിരിക്കണം. കാരണം അത് റോളർ സപ്പോർട്ടായുണ്ട്. അതിന് നെറ്റ് മൊമെൻറ്റ് 0 ആവണമെങ്കിൽ MBAയിലെയും MBCയിലെയും മൊമെൻറ്റിൻ്റെ വാല്യൂസ്
ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. അതായത് ഇവിടെ എച്ച് എന്നാണ് മൊമെൻറ്റ് കിട്ടുക, എം ബി എയിൽ എച്ച് എന്ന് പറയുന്ന മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എം ബി സിയിൽ എന്തായിരിക്കണം, അത് മൈനസ് എച്ച് ആയിരിക്കണം, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പോൾ അതേ വാല്യൂ തന്നെയല്ലേ ഇവിടെയും വന്നത്. നോക്കിക്കേ, എം ബി എക്ക് എനിക്ക് 113 കിട്ടി, എം ബി സി വന്നപ്പോഴത്തേക്കും -113.22 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ ആൻസർ ശരിയാണെന്നാണ് അർത്ഥം. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ നെഗറ്റീവൊക്കെ ഞാൻ ഇവിടേക്ക് ഇടാൻ പറഞ്ഞവർ ചിലർ, ഞാൻ തന്നെ ഇവിടെ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നെഗറ്റീവൊക്കെ ഇടാൻ ചിലപ്പോൾ മറന്നു പോകുന്നവരുണ്ടാകും. അപ്പോൾ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമുക്ക് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ആ ക്വസ്റ്റ്യനിൽ ചെന്ന് പണിയാനുള്ള സമയം കിട്ടത്തില്ല തെറ്റിപ്പോയി കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യമേ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്, സ്പീഡ് വേണം നിങ്ങൾക്ക്, അതുപോലെ തന്നെ ഈ ഒരു എന്താണ് തെറ്റൊന്നും വരാണ്ട് തന്നെ നോക്കണം. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമുക്ക് എന്ത് കിട്ടി, ഈക്വലായിട്ട്. സോ ആ ഒരു ജോയിൻറ്റിൽ നമ്മൾ ചെയ്തത് കറക്റ്റാണ്. ബി എന്നുള്ള ജോയിൻറ്റിൽ നെറ്റ് മൊമെൻറ്റ് എത്രയായിപ്പോൾ 0 ആയി. ഇനി സി എന്നുള്ള ജോയിൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ഇതിനെല്ലാം കൂടി ആഡ് ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആഡ് ചെയ്യരുത്, ദ ഫിക്സഡ് മൊമെൻറ്റിന് താഴോട്ടുള്ള എല്ലാ വാല്യൂസും ആഡ് ചെയ്യുന്നു. അതേപോലെ ഈ സി ഡി ചെയ്യുന്നു. അന്നേരം നമുക്ക് എം സി ബിയും എം സി ഡിയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റാണ് കിട്ടുക. സോ അതും കറക്റ്റാണ്. അത് രണ്ടും കറക്റ്റാണ്. എന്തായാലും എം ഡി സി കറക്റ്റായിരിക്കും. ദാറ്റ് ഈസ് ഇതിലുള്ള എല്ലാ വാല്യൂസും കൂടി ആഡ് ചെയ്ത് എഴുതുന്നു. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് -7.32 കിട്ടും. ഇനി നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ബെൻഡി മൊമെൻറ്റ് ഡയഗ്രാം കൂടി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാനിതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് വരച്ചിരിക്കുന്നത്. അതായത് ആദ്യം ഞാൻ എൻ്റെ ഈ ബേസ് ലൈൻ വരച്ചു, ബെൻഡി മൊമെൻറ്റ് ഡയഗ്രത്തിനുള്ള ബേസ് ലൈൻ വരച്ചു. ഇനി ഞാൻ ചെയ്യേണ്ടത്, ഈ റെഡ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സ്പാനിനെ മാത്രം കൺസിഡർ ചെയ്ത് വരയ്ക്കുന്നതാണ്. അതായത് എം എ ബിയിൽ ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ടല്ലേ. അതായത് എൻ്റെ ക്വസ്റ്റ്യനിൽ എം എ ബിയിൽ ഒരു യു ഡി എൽ ആണ് വിത്ത് 10 kN/m. ഓക്കെ, നമ്മളിത് പഠിച്ചിട്ടില്ലേ. അതായത് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് യു ഡി എൽ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്, WL²/8. ഓക്കെ, അതേപോലെ എം ബി സി അതെടുക്കുമ്പോൾ അതിനെ ഞാൻ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പോയിന്റ് ലോഡ് അറ്റ് സെൻ്റ് ആണ്. സോ WL/4 എന്ന് വരും മാക്സിമം മൊമെൻറ്റ്. ഓക്കെ, ഇനി സി ഡി എന്ന് പറയുമ്പോൾ അതിനെയും ഞാൻ എന്ത് ചെയ്യണം, സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. അവിടെ എന്താണ്, പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ അല്ല. സോ ഇത് ഈ ഒരു ഡിസ്റ്റൻസ് എ ആണെങ്കിൽ, ഈ ഒരു ഡിസ്റ്റൻസ് ബി ആണെങ്കിൽ MAB/L എന്ന് വരും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഞാൻ ഈ വരച്ചിരിക്കുന്ന റെഡ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ തന്നിരിക്കുന്ന എന്താണോ ആ സ്പാൻ, അതിപ്പോൾ ഫിക്സഡ് ആയിക്കോട്ടെ റോളർ സപ്പോർട്ട് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതിന് ഓരോ സ്പാനായിട്ട് ഞാൻ എന്ത് ചെയ്യാം, സിംപ്ലി സപ്പോർട്ടഡ് ആക്കുക, അതിൽ വരുന്ന ലോഡിങ് വരയ്ക്കുക, അതിൻ്റെ ബെൻഡി മൊമെൻറ്റ് ഡയഗ്രാം ഇവിടെ വരച്ചു. അടുത്ത ബി സി എന്ന് പറയുന്നത് ഒരു പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ ആണ്. സോ അത് രണ്ടിടത്തും റോളർ സപ്പോർട്ടാണ്, പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ. സോ സിംപ്ലി സപ്പോർട്ടഡ് ആക്കി ഞാൻ, എന്നിട്ട് എന്ത് പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ ആണ്, WL/4 ആണ്. സോ 250 എന്ന് എനിക്ക് കിട്ടി. ഇനി സി ഡി എന്ന് പറഞ്ഞ സ്പാൻ എടുക്കുമ്പോഴും അവിടെ ഒരെൻഡ് ഫിക്സഡ് ആണ്, ഒരെൻഡിൽ റോളറാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബെൻഡി മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി രണ്ടിനെയും ഞാൻ എന്താണ് ഹിഞ്ച് സപ്പോർട്ടാക്കി, എന്നിട്ട് അവിടെ ഒരു പോയിന്റ് ലോഡ് അറ്റ് ഡിസ്റ്റൻസ് 2 മീറ്റർ ആക്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചു. സോ WAB/L എന്നുള്ള ഇക്വേഷൻ കൊടുക്കുമ്പോൾ ബെൻഡി മൊമെൻറ്റ് കിട്ടും. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ബെൻഡി മൊമെൻറ്റ് മാക്സിമം ബെൻഡി മൊമെൻറ്റിൻ്റെ വാല്യൂസൊക്കെ നിങ്ങൾ മോസിലൊക്കെ പഠിക്കുന്നതാണ്. അതായത് എന്താണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ, അല്ലെങ്കിൽ യു ഡി എൽ വരുന്ന കേസ്, അങ്ങനെയൊക്കെ വരുന്ന കേസുകൾ നിങ്ങൾ പഠിക്കുന്നതാണ്. അത് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ നോക്കുക. ഓക്കെ, അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വരച്ചേക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ഏതാണെന്നൊന്നും ഇവിടെ നോക്കണ്ട. ഈ റെഡ് ലൈൻ വരയ്ക്കാനായിട്ട് സപ്പോർട്ട് ഏതാണെന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിനെന്ത് ചെയ്യുക, സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക, ആ സ്പാനിൽ വരുന്ന ലോഡിങ് കാണിക്കുക, എന്നിട്ട് അതിൻ്റെ ബെൻഡി മൊമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ എ ബിയിൽ എന്താണ് ഇതായിരുന്നു, യു ഡി എല്ലായിരുന്നു. സോ WL²/8 എഴുതി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ റെഡ് ലൈൻ വരച്ചു. ഇനി ഈ ബ്ലൂ ലൈൻ എങ്ങനെ വരയ്ക്കുന്നത്, അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂസ്. അതായത് MABയിൽ എത്രയാണ് വന്നിരിക്കുന്നത്, -68.4 ആണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഇതിന് മുകളിലേക്ക് എന്ത് ചെയ്തു, ഒരു -68.4. ഇനി വരയ്ക്കുന്നതെല്ലാം പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും തന്നിരിക്കുന്ന വാല്യൂസിനെല്ലാം ഈ ലൈന് മുകളിലോട്ട് വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 68.4 വരച്ചു. പിന്നെ MBCക്കും MBAക്കും നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ് കിട്ടിയത്, 113 കിട്ടിയത്. സോ 113 ഞാൻ മാർക്ക് ചെയ്തു. അടുത്ത MCDക്ക് എത്രയാണ് വന്നത്, 103 ആണ്. സോ 103 അത് ഞാൻ മാർക്ക് ചെയ്തു. MDC ആണെങ്കിൽ -7.32. സോ 7.32. എല്ലാം ഈ ലൈനിന് മുകളിലേക്ക് വരച്ചാൽ മതി. എന്നിട്ട് അതിനെല്ലാം കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുക. അതാണ് ഇത് കറക്റ്റായിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനെല്ലാം കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു. ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചിട്ട് നമ്മൾ ഈ വരയ്ക്കുന്ന ലൈനിന് മുകളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവും താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവ് ആണ്.
ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ വരച്ച ലൈനിന് മുകളിലോട്ടുള്ളതെല്ലാം എന്താണ്, പോസിറ്റീവാണ്, താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവാണ്. അതും കൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വാല്യൂസ് എല്ലാം മാർക്ക് ചെയ്ത് വയ്ക്കുക, നിങ്ങളുടെ BMP ആയി. ഓക്കെ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ടൈപ്പ് പ്രോബ്ലമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്താണ് ഇവിടെ ഇപ്പോൾ ഓവർ ഹാങ്ങിങ് പോർഷനൊന്നുമില്ല, രണ്ട് എൻഡ് ഫിക്സഡ് ആണ്, അങ്ങനത്തെ കേസ്. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്താണ് ഹിഞ്ച്ഡ് സപ്പോർട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് ഓവർ ഹാങ്ങിങ് ആയിട്ട് വരാം. അപ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. അവിടെ വ്യത്യാസം വരുന്നത് ഇവിടെ ഈ എഴുതുന്നതിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒന്നും തുടരുതെന്ന് പറഞ്ഞല്ലേ, നമ്മൾ ബാലൻസിങ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു കേസസ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ റോളർ സപ്പോർട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ റോളർ സപ്പോർട്ടോ അല്ലെങ്കിൽ എന്താണ് ഫ്രീ എൻഡോ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു മൊമെൻറ്റ് നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ സപ്പോസ് ഈ C കഴിഞ്ഞിട്ടുള്ള D എന്നുള്ള പോയിൻ്റ് ഇതാണ്, ആൻഡ് ഇവിടെ ആയിട്ടൊരു 30 kN ആയിട്ടെന്ന് വെച്ചോ. ഇവിടുത്തെ എത്ര സ്പാൻ എന്ന് പറഞ്ഞാൽ 6 മീറ്ററാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30 × 6 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 180 kN ഈ ഒരു സ്പാനിൽ വരുന്ന മൊമെൻറ്റ് കിട്ടുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഒരു അൺബാലൻസ്ഡ് മൊമെൻ്റാണ്. ഓക്കെ, ഇത് ഇങ്ങോട്ട് കയറി ഓവർ ഇല്ല. അപ്പോൾ ഈ 180 kN എനിക്ക് എന്ത് ചെയ്യണം, ബാലൻസ്ഡ് ആക്കണമെങ്കിൽ അവിടെ ഞാനൊരു -180 kN കൊടുക്കണം. അത് നമ്മൾ വെറുതെ അങ്ങ് ഈ ഫിക്സഡ് മൊമെൻറ്റ്സ് എഴുതിയതിന് ശേഷം അതിന് തൊട്ട് താഴെയിട്ട് -180 എന്ന് കൊടുക്കുന്നു, എന്നിട്ട് അതിനെ നമ്മൾ താഴേക്ക് കയറി ഓവർ ചെയ്യുന്നു. അങ്ങനെയാണ് ഒന്ന്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നമുക്ക് നോക്കുമ്പോൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.